മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ എന്നോട് IVF സജസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഓക്കെ ആവാൻ വേണ്ടിയും അതേപോലെ തന്നെ ഫുഡിലും ലൈഫ് സ്റ്റൈലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്. സോ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇൻഫെർട്ടിലിറ്റിയിലൂടെ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നതും ഇഷ്ടക്കേട് തോന്നുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെയായിരിക്കും. കാരണം ഓരോ തവണയും ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ്സാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. സോ നമ്മൾ തന്നെ ചിന്തിക്കും, എന്താണ് എൻ്റെ ബോഡി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാത്തത്, എൻ്റെ ഫുഡ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ, എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലോട്ട് വരും. പതിയെ പതിയെ നമ്മുടെ ബോഡീനോട് ഒരു ഇഷ്ടക്കേടും മടുപ്പൊക്കെ നമുക്ക് തോന്നും. അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡീനെ കെയർ ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരെ എത്താറുണ്ട്. സോ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ബോഡീനെ കെയർ ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരിക്കലും നമുക്ക് ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. അത് കൂടുതൽ നമ്മുടെ സിറ്റുവേഷനെ മോശമാക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ എപ്പോഴാണോ നമ്മളെ ബോഡി എങ്ങനെയായാലും നമ്മൾ ആ ഒരു ബോഡിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ കെയർ ചെയ്യണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്, അവിടെയാണ് ശരിക്കും ഒരു ഹീലിങ്ങും അതേപോലെ തന്നെ ഒരു ചേഞ്ചസും നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റുന്നത്. കാരണം ഇതേ അവസ്ഥയിലായിരുന്നു ഞാനും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ബോഡീനെ കുറ്റപ്പെടുത്തലായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ ബോഡീനോട് ഒരു ഇഷ്ടക്കേടായിരുന്നു. പക്ഷേ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ബോഡീനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു മാറ്റം വരുത്താം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് തുടങ്ങി. ഒരു ദിവസം ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കാൻ തുടങ്ങി. ഞാൻ ജങ്ക് ഫുഡ് നല്ല രീതിയിൽ ഒഴിവാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി. കൂടുതലും എൻ്റെ ഡയറ്റിലോട്ട് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇതൊക്കെ ഞാൻ ഒരുമിച്ചിട്ടല്ല ചെയ്തത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോന്ന് ഞാൻ ആഡ് ഓൺ ചെയ്യാണ് ചെയ്തത്. സോ ഇത് കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല. ഓരോ ദിവസമായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്താൽ മതി. അതേപോലെ തന്നെ എല്ലാം നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാനും പാടില്ല. കാരണം ഇത് പതിയെ നിങ്ങൾ ആ ട്രാക്കിലോട്ട് എത്താം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില ആൾക്കാരൊക്കെ എല്ലാം പെട്ടെന്ന് ഒഴിവാകും. പക്ഷേ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ പഴയ ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ചിലവരെ സംബന്ധിച്ച് അവർ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാലും ചില സമയത്ത് അവർ തിന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരും. അയ്യോ, എൻ്റെ ഇത്ര കാലത്തെ റൂട്ടീന് തെറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയുള്ള തോട്ടൊക്കെ വരും. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും, ഒക്കെ ഓക്കെയാണ്. ആഫ്റ്റർ ഓൾ നമ്മുടെ മെൻ്റൽ പീസും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ മാറ്റം കണ്ടത് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിലാണ്. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് നല്ല രീതിയിൽ ഓക്കെ ആവാൻ തുടങ്ങി. കാരണം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് വന്നു തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ ബോഡി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. കാരണം എനിക്ക് പീരീഡ്സ് നല്ല രീതിയിൽ ഇറഗുലർ ആയിരുന്നു. അത് ഏകദേശം നോർമലായി വന്നു തുടങ്ങി. സോ ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങൾ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൺസീവ് ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെക്കാതെ ആദ്യം നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും ഓക്കെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു പ്രോസസ്സിലോട്ട് നമ്മളെ ബോഡി നമ്മളെ കടത്തി വിടുള്ളൂ. സോ എൻ്റെ കാര്യത്തിലും ഇതേ അവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ മെൻ്റലി ഓക്കെ ആയ സമയത്ത്, എൻ്റെ ബോഡി കുറച്ചും കൂടി നല്ല രീതിയിൽ ഓക്കെ ആയി വന്ന സമയത്ത്, അതിന് ശേഷമാണ് ഞാനും നാച്ചുറലി അൽഹംദുലില്ലാ കൺസീവ് ആയിട്ടുണ്ടായത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ദൈവം പഠിച്ചോ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചൊരു കാര്യമാണ്. അതിനെ കെയർ ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതിനെ നമ്മൾ കെയർ ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ശരിക്കും ഒരു കുഞ്ഞിന് നമ്മൾ ജന്മം നൽകുന്നത് ഈ ഒരു ശരീരത്തിലൂടെയാണ്. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യത്തിനെ പോലും നമ്മൾ നല്ല വൃത്തിക്ക് കെയർ ചെയ്യാതെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അടുത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുക? സോ ശരിക്കും നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്ന, നമ്മൾ ചോദിക്കാതെ നമുക്ക് തന്ന ഈ അനുഗ്രഹങ്ങളിലേക്കൊക്കെ എന്താ നമ്മൾ നോക്കിയിട്ട് അതിന് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത കാര്യത്തിലേക്കുള്ള വഴി പഠിച്ചോ തന്നെ നമുക്ക് തുറന്നിടും. നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ പോലും വിചാരിക്കാത്ത ടൈമിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യും, ദൈവം നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. സോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വലിയ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും വലിയ റിസൾട്ടുകൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ റിസൾട്ടിലോട്ട് എത്താൻ പറ്റും.